ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഒരു യാത്രക്കിടയിൽ ഒരു അപരിചിതമായ നാട്ടിൽ രാത്രിയിലെത്തുകയാണ്. തനിക്ക് പരിചയമില്ലാത്തൊരു നാടായതുകൊണ്ട് തന്നെ രാത്രിയിൽ താമസിക്കാൻ തൊട്ടടുത്ത് കണ്ട പള്ളിയിൽ ചെന്ന് 2 റക്അത്ത് നിസ്കരിച്ച് പള്ളി പരിചരിക്കുന്ന ആളോട് ഞാനിന്ന് രാത്രി ഇവിടെ താമസിക്കട്ടെയോ എന്ന് സമ്മതം ചോദിച്ചു. വന്നതാരാണെന്ന് ആ പള്ളി പരിചരിക്കുന്ന ആൾക്കറിയില്ലായിരുന്നു. മഹാനവറുകൾ തൻ്റെ ഐഡൻറ്റിറ്റി അവിടെ വെളിവാക്കിയതും ഇല്ല. പള്ളി പരിചരിക്കുന്ന ആൾ പറഞ്ഞു, അപരിചിതരായ ആളുകൾക്ക് ഇവിടെ താമസത്തിനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. മഹാനവറുകൾ അവിടെ നിന്ന് ഇറങ്ങി. ഒരുപക്ഷെ തൻ്റെ ഐഡൻറ്റിറ്റി വെളിവാക്കിയിരുന്നെങ്കിൽ ആ നാട്ടിലുള്ള ജനങ്ങൾ ഒന്നടങ്കം വലിയൊരു സൽക്കാരവും സൗകര്യങ്ങളും അവിടെ നൽകുമായിരുന്നു. പക്ഷേ അതൊന്നും താല്പര്യപ്പെടാതെ മഹാനവറുകൾ ഇറങ്ങി. നടക്കുന്നതിനിടയിൽ അവിടെ ഒരു വീട്ടിൽ വെളിച്ചം കണ്ടു. ആ വീട്ടിൽ ചെന്ന് ആ വീട്ടുകാരനോട്, ഞാനൊരു യാത്രികനാണ്, ഇന്ന് രാത്രി എനിക്ക് താമസിക്കാൻ ഇവിടെ ഒരു അഭയം നൽകുമോ എന്ന് മഹാനവറുകൾ ചോദിച്ചു. ഒരു പലഹാരമുണ്ടാക്കുന്ന ബേക്കറി ഉടമയായ കച്ചവടക്കാരനായ ആ മനുഷ്യൻ നിങ്ങൾക്കിന്ന് ഇവിടെ താമസിക്കാമെന്ന് മഹാനവറുകൾക്ക് സമ്മതം നൽകുകയും സൗകര്യം ഏർപ്പെടുത്തുകയും ചെയ്തു. മഹാനവറുകൾ അങ്ങനെ ഉറങ്ങാനുള്ള ഒരുക്കങ്ങൾ നടത്തുകയാണ്. അതിനിടയിലാണ് അപ്പുറത്തെ മുറിയിൽ വെച്ച് ഈ വീട്ടിൻ്റെ ഉടമസ്ഥൻ നല്ല ശബ്ദത്തിൽ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ട് തൻ്റെ പലഹാരങ്ങൾ ഉണ്ടാക്കുന്നത് മഹാനവറുകളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. മഹാനവറുകൾ അയാളുടെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു, നിങ്ങളെന്തിനാണ് ഇത്രയും ശബ്ദത്തിൽ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നത്? അദ്ദേഹം മറുപടി നൽകി, എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഉണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് സാധിപ്പിച്ചു തന്നിട്ടുണ്ട്, ഒരൊറ്റ കാര്യം ഒഴികെ. എന്താണ് ആവശ്യം? മഹാനവറുകൾ ചോദിച്ചു. ലോകം മുഴുവൻ അറിയപ്പെടുന്ന വലിയ പണ്ഡിതനായ അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ എനിക്കൊന്ന് മരിക്കുന്നതിന് മുമ്പായിട്ട് കാണണമെന്നുണ്ട്. ആ ആഗ്രഹത്തെ മുൻനിർത്തി അള്ളാഹുവിനോട് ഞാൻ ഇസ്തിഗ്ഫാർ ചൊല്ലുകയാണ്. ഇസ്തിഗ്ഫാറിൻ്റെ മഹത്വത്തെയാണ് ഈ ഒരു ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിൻ്റെ അരികിലേക്ക് കുറച്ച് ആളുകൾ വന്നിട്ട് ഞങ്ങൾക്ക് മഴ വേണമെന്ന് ചോദിക്കുന്നുണ്ട്. മഹാനവറുകൾ പറയുന്നുണ്ട്, നിങ്ങൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുമെന്ന്. കുറച്ച് കഴിഞ്ഞ് ഒരാൾ വന്നുകൊണ്ട് ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള സങ്കടം പറയുന്നുണ്ട്. അദ്ദേഹത്തിനും ഹസനുൽ ബസരി തങ്ങൾ നൽകിയ മറുപടി നിങ്ങൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കൂ എന്നാണ്. പിന്നീട് ഒരു നാൾ മക്കളില്ലാത്ത സങ്കടവുമായിട്ട് ഒരു മനുഷ്യൻ വന്ന സങ്കടം പറഞ്ഞപ്പോൾ അദ്ദേഹത്തോടും പറയുന്നത് നിങ്ങൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കൂ എന്നാണ്. ഇത് കേട്ട തൻ്റെ ശിഷ്യന്മാർ ചോദിച്ചു, എന്താണ് നിങ്ങൾ വന്ന എല്ലാവരോടും അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കാൻ പറയാനുള്ള കാരണം? ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇതെൻ്റെ വാക്കുകളല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്. എന്നിട്ട് മഹാനവറുകൾ പരിശുദ്ധ ഖുർആനിലെ ചില സൂക്തങ്ങൾ ഓതി, ഫഖുൽതു ഇസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ വയജഅൽ ലക്കും ജന്നാത്തിൻ വയജഅൽ ലക്കും അൻഹാറ. നിങ്ങൾ അള്ളാഹുവിനോട് പൊറുക്കലിന് ചോദിക്കൂ, എന്നാൽ അള്ളാഹു തആല നിങ്ങളുടെ ദോഷങ്ങൾ പുറത്തു തരും, ആകാശത്തു നിന്ന് മഴ വർഷിപ്പിക്കും, സമ്പത്തും സന്താനങ്ങളും സൗഭാഗ്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്തിഗ്ഫാർ എന്ന് പറയുന്ന മഹത്തായ പാപമോചനത്തിൻ്റെ വാക്കുകൾ കൊണ്ട് നൽകുമെന്ന വലിയൊരു സന്ദേശം ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു നൽകുകയാണ്. ഇസ്തിഗ്ഫാർ പാപപൊറുക്കലിന് മാത്രമുള്ളതല്ല, അത് നമ്മൾ ആഗ്രഹിക്കുന്ന നമുക്കാവശ്യമുള്ള അനുഗ്രഹങ്ങൾക്ക് കൂടിയുള്ള ഒരു വഴിയാണെന്നതാണ് ഇതിലെ സന്ദേശം.